ഒരു കൈവക്കാൻ മനസ്സിലായോ? അൽഹംദുലില്ലാഹ് എല്ലാവരും പൊക്കി, അതുകൊണ്ട് ഞാനും പൊക്കി. അത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എത്ര കാര്യം സൂക്ഷിച്ച 4 കാര്യം സൂക്ഷിച്ച മരിക്കുന്ന കാലം വരെ നീ പേടിക്കണ്ട, അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ 4 കാര്യം പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കോ. ഒന്ന് കൈ പൊക്കിക്കേ. ചിലര് പൊക്കൂല. ഇങ്ങനെ പൈസ ചോദിച്ചാലോ ഒന്ന് പേടിച്ചിട്ട്. ഇയാള് പൈസ വല്ലതും ചോദിച്ചാലോ എന്ന് പേടി. എനിക്ക് പൈസ ഒന്നും വേണ്ട, പൈസ ചെലവില്ലാത്ത 4 കാര്യം. 1, നേരെ ഇരുന്ന്. എല്ലാവരും നേരെ ഇരുന്ന്. നാളെ മുതൽ ഖബറിൽ പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം. അവിടെ പിന്നെ റെസ്റ്റ് ആണല്ലോ. ഖിയാമത്ത് നാൾ വരെ കിടക്കാം. ഒറ്റ കിടപ്പ്. അള്ളാഹു ആ കിടപ്പ് നല്ലതുപോലെ ആക്കി തരുമാറാകട്ടെ. ഖബറും കാട്ടി എത്ര വർഷം കിടക്കാം? 10, 100, 500. ഇനിയിപ്പോൾ ഈസാ നബി വന്നിട്ട് 400 കൊല്ലം ഭരിക്കണം. 40 വർഷം ഭരിക്കണമെന്നല്ലേ? ഈസാ നബിയൊക്കെ എന്ന് വരാനാ? അതിനു മുമ്പ് ദജ്ജാൽ വരണ്ടേ? അതിൻ്റെയൊക്കെ തുടക്കമാ. അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല ഭരണാധികാരികളെ നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞാൽ കൊള്ളാം. ശരി, എല്ലാവരും ഇലക്ഷൻ ഇപ്പൊ എല്ലാവരും കാൽക്കുലേഷൻ, ആര് ജയിക്കും. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഇലക്ഷൻ. ഇത്രയും നാളും ഇലക്ഷൻ ആയിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ആരാ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാകളത്തിൽ ഊത്തിങ്ങനെ ചുണ്ടിന്റെ ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന അല്ല പറയുമ്പോ അപ്പ ഊതാൻ. അതുപോലെ ഓരോ മനുഷ്യനും ഇപ്പം എവിടെ നോക്കിയാലും ചർച്ച, ആര് ജയിക്കും ആര് തോക്കും. ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, നിനക്കൊന്നും ഇല്ലല്ലോ. ആര് ജയിച്ചെന്ന് പറഞ്ഞാലും അസ്രായേൽ നിന്റെ വീട്ടിൽ വരും. ആര് തോറ്റാലും നിന്റെ വീട്ടിൽ വരും. വരുവോ ഇല്ലേ? അസ്രായേൽ നിങ്ങളുടെ വീട്ടിൽ വരുവോ? മനുഷ്യ വരുവോ? ആര് ജയിച്ചാലും തോറ്റാലും നിന്റെ വീട്ടിൽ അസ്രായേൽ വരും. പിന്നെ വല്ല നേട്ടമുണ്ടോ? എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ തോക്കാതിരിക്കുക. അതന്നെ. നിങ്ങളാരും തോക്കരുത്. നിങ്ങൾ വിജയിക്കണം. ആരാ വിജയിച്ചവൻ? ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഈ തൊണ്ടക്കുഴിയുന്ന റൂഹ് അങ്ങോട്ട് വലിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ നീ ജയിച്ച്, ഇല്ലെങ്കിൽ നീ തോറ്റുപോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ജയിക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് പറഞ്ഞുതരട്ടെ. മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള വഴിയാ. വേണോ വേണ്ടേ? വേണം. 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേക്കട്ടെ. എപ്പോ എഴുന്നേക്കണം? സുബഹി നിസ്കരിക്കുന്നില്ലല്ലോ, പിന്നല്ലേ എഴുന്നേക്കണേ? സുബഹി നിസ്കരിച്ചാലല്ലേ എഴുന്നേക്കണ്ടേ? നിസ്കരിക്കാത്തവൻ എന്തെഴുന്നേപ്പം? അപ്പം മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി എപ്പോ എഴുന്നേക്കണം? പറ, എപ്പോ എഴുന്നേക്കണം? എപ്പോ പറ മനുഷ്യ. എപ്പോ? സുബഹിക്ക് 4 മണിക്കല്ല, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കണം. 3, പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ നീ എവിടെ ഇരിക്കണം? വീട്ടിലല്ല. ഈ നാട്ടിലെ ആണുങ്ങൾ മുഴുവനും സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാന്റെ പള്ളിക്കകത്തുണ്ടാകണം. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും ബെഡ്റൂമിന്റെ അകത്തല്ല, നിസ്കാര പായിലുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കുന്നത് കേൾക്കാറുണ്ടോ നമ്മളാരെങ്കിലും? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ എത്ര പേരാ കേൾക്കണേ? പള്ളി നിസ്കരിക്കാൻ പോകുന്ന വാപ്പ ഇത് കേൾക്കാറില്ല. കാരണം ബാങ്ക് വിളിച്ചു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അലാറം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദര, മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4, 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുത്തു. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിലെത്തി. 4